പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വിശയാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് തിരുസഭ വിശുദ്ധ 10-ാം പിയൂസ് പാപ്പായെ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം ഒരു വളരെ പാവപ്പെട്ട കുടുംബത്തിൽ 10 മക്കളിൽ രണ്ടാമത്തെ മകനായി ജനിച്ച ഒരു വ്യക്തിയാണ്. ബുദ്ധിസാമർഥ്യമുള്ള മിടുക്കനായ ഈ കുട്ടി കാലാന്തരത്തിൽ ഒരു വൈദികനായി തീരുകയും മാന്തുവാൻ പറയുന്ന രൂപതയുടെ ബിഷപ്പാവുകയും പിന്നീട് കർദിനാളാവുകയും പിന്നീട് തൻ്റെ ആഗ്രഹത്തിന് വിപരീതമായി അദ്ദേഹം മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയുമായി. തീക്ഷ്ണതയോടെ സഭയെ സേവിച്ച, ദാരിദ്ര്യാരൂപിയിൽ ജീവിച്ച പാപ്പ, വത്തിക്കാന്റെ തെരുവുകളിൽ പോയി നിന്ന് വചനം പ്രഘോഷിച്ചിരുന്ന പാപ്പ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള മനുഷ്യനായിരുന്നു. തീക്ഷ്ണതയോടെ എല്ലാം ക്രിസ്തുവിൽ നവീകരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം. എല്ലാം ക്രിസ്തുവിൽ പുതുക്കുക. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സങ്കടങ്ങളോർത്ത് ആ മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴാണ് പാപ്പ ഹൃദയാഘാതം മൂലം മരിച്ചു. അത്രയേറെ സ്നേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. ഈ മഹാവിശുദ്ധനെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം നമുക്കുണ്ടാകട്ടെ. കരുണയോടെ ആയിരിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവ്യയാഗം യഥായോഗ്യം സമർപ്പിക്കാൻ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കത്തോലിക്കാ വിശ്വാസം സംരക്ഷിക്കുന്നതിനും ക്രിസ്തുവിൽ സർവവും പുനരുദ്ധരിക്കുന്നതിനും വേണ്ടി വിശുദ്ധ പിയൂസ് പാപ്പായെ സ്വർഗീയ ജ്ഞാനവും അപ്പസ്തോലിക സ്ഥൈര്യവും കൊണ്ട് അങ്ങ് നിറച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളും മാതൃകയും പിഞ്ചെന്ന് നിത്യസമ്മാനം പ്രാപിക്കാൻ കാരുണ്യപൂർവ്വം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, അക്കാലത്ത് കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു. അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. അവ വളരെയേറെ ഉണ്ടായിരുന്നു. അവ ഉണങ്ങി വരണ്ടിരുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങേക്കറിയാമല്ലോ. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. വരണ്ട അസ്ഥികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ എന്നവയോട് പറയുക. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ, ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വച്ചുപിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവ് എന്നപ്പോൾ നിങ്ങളറിയും.
എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി, ഒരു കിരികിരാ ശബ്ദം. വേർപെട്ടുപോയ അസ്ഥികൾ തമ്മിൽ ചേർന്നു. ഞാൻ നോക്കിയപ്പോൾ ഞരമ്പും മാംസവും അവയുടെ മേൽ വന്നിരുന്നു, ചർമ്മം അവയെ പൊതിഞ്ഞിരുന്നു, എന്നാൽ അവയ്ക്ക് പ്രാണൻ ഉണ്ടായിരുന്നില്ല. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ, നീ 4 വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക, അവർക്ക് ജീവനുണ്ടാകട്ടെ. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു, അവർ ജീവൻ പ്രാപിച്ചു. വളരെ വലിയൊരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്നവർ പറയുന്നു. ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. ഇസ്രായേൽ ദേശത്ത് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ, കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. ദേശങ്ങളിൽ നിന്ന് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും അവിടുന്ന് അവരെ ഒന്നിച്ചുകൊണ്ടേ. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞു നടക്കുന്നു. വിശന്നും ദാഹിച്ചും അവർ വലഞ്ഞു. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. വാസയോഗ്യമായ നഗരത്തിൽ എത്തുമ്പോഴും അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. എന്തെന്നാൽ അവിടുന്ന് ആഹാരത്തിന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തി ഉളവാക്കുകയും ചെയ്യുന്നു. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ, അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു സദുക്കായരെ വാഗ്ദത്തം കേട്ടപ്പോൾ ഫരിസേയർ ഒരുമിച്ച് കൂടി. അവരിലൊരു നിയമപണ്ഡിതൻ അവനെ പരീക്ഷിക്കാനായി ചോദിച്ചു, ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്? അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രഥമവും പ്രധാനവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ, അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ 2 കൽപ്പനകളിൽ സമസ്ത നിയമവും
പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെല്ലാം ഈ അൾത്താരയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നമുക്ക് നമ്മുടെ നാടിന് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്താം. കർത്താവ് മഹാകാരുണ്യത്തോടെ എല്ലാ രോഗപീഠകളെയും നമ്മുടെ നാട്ടിൽ നിന്ന് ദൂരെ അകറ്റിക്കളയട്ടെ. കോവിഡ് മഹാമാരിയിൽ നിന്ന് ലോകത്തിന് മുഴുവനും അവിടുന്ന് മോചനം നൽകട്ടെ. കർത്താവിൻ്റെ കൂടെ ആയിരുന്ന് അവിടുത്തെ മാധുര്യം ആസ്വദിക്കുവാൻ നമ്മുടെ ഓരോ കുടുംബങ്ങൾക്കും ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും വലിയ അഭിഷേകം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടതെന്ന് നമ്മൾ കരുതിയിരുന്ന പലതും അങ്ങനെയല്ല എന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ഈ കാലയളവിൽ നിലനിൽക്കുന്നത് തമ്പുരാന്റെ സ്നേഹം മാത്രമാണെന്ന് മനസ്സിലാക്കുവാനും അവനിലേക്ക് കൃപയോടെ തിരിച്ചു വരുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവിനെയും എല്ലാ കർദിനാൾമാരെയും മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അവിടുത്തെ പരിശുദ്ധാത്മാവ് നയിക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവ് അവിടുത്തെ സമൃദ്ധിയും സൗഖ്യവും സന്തോഷവും സമാധാനവും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ കാലയളവിൽ വിവേകത്തോടെ ആയിരിക്കുവാൻ അവിടുന്ന് നമുക്ക് ബുദ്ധിയും ബോധവും നൽകി ഇവിടെ എല്ലാ കണ്ണുകളെയും വർത്തമാനമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൗനമായി നമ്മുടെ വ്യക്തിപരമായ അർത്ഥങ്ങളെ തമ്പുരാന്റെ സന്നിധിയിൽ കൊണ്ടുവരാം. സ്നേഹപിതാവേ, ഞങ്ങളുടെ അഭയവും ശക്തിയും അങ്ങാകുന്നുവല്ലോ. അങ്ങേ മക്കളുടെ പ്രാർത്ഥനകളിൽ പ്രസാദിച്ച് ഞങ്ങൾ വിശ്വാസത്തോടെ യാചിച്ചത് കൃപാപൂർവ്വം സാധിച്ചു തരണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ, ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈ അപ്പം അങ്ങയുടെ കാരുണ്യത്താലാണല്ലോ ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങൾക്ക് നിത്യജീവനരുളുന്ന ഭോജനമായി തീരുമാനമുള്ള ഈ അപ്പം ഭൂമിയുടെയും മനുഷ്യപ്രയത്നത്തിൻ്റെയും ഫലമായി ഞങ്ങൾക്ക് കഴിഞ്ഞുള്ള പിതാവേ, അങ്ങെന്നും വാഴ്ത്തപ്പെടട്ടെ. എന്നും വാഴ്ത്തപ്പെടട്ടെ. എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ, ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈ വീഞ്ഞ് അങ്ങയുടെ കാരുണ്യത്താലാണല്ലോ ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങൾക്ക് ആത്മീയ ഭോജനമായി തീരുമാനമുള്ള ഈ വീഞ്ഞ് മുന്തിരിവള്ളിയുടെയും മനുഷ്യപ്രയത്നത്തിൻ്റെയും ഫലമായി ഞങ്ങൾക്ക് കനിഞ്ഞരുളിയ പിതാവേ, അങ്ങെന്നും വാഴ്ത്തപ്പെടട്ടെ. അങ്ങെന്നും വാഴ്ത്തപ്പെടട്ടെ. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുകയാകുന്നു. കവിത മാനങ്ങളെല്ലാം സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവിന്റെ നാമത്തിന് സ്തുതിക്കും പകർപ്പിക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, കാരുണ്യപൂർവ്വം അങ്ങ് സ്വീകരിച്ച ഞങ്ങളുടെ ബലിവസ്തുക്കൾ വഴി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പിയൂസ് പാപ്പായുടെ ഉദ്ബോധനങ്ങൾ പിന്തുടരുന്ന ഞങ്ങൾ
ആത്മാർത്ഥമായ വിധേയത്വത്തോടെ ഈ ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കുകയും വിശ്വസ്ത മനസ്സോടെ സ്വീകരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ വിശുദ്ധ 10-ാം പീയൂസിന്റെ തിരുനാൾ ആഘോഷത്തിൽ ആനന്ദിക്കാൻ അങ്ങേ സഭയ്ക്ക് അങ്ങ് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ ആ പുണ്യ ജീവിത മാതൃകയാൽ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തുകയും വചനപ്രഘോഷണത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയും അങ്ങയെ പ്രസാദിപ്പിക്കുന്ന യാചനയാൽ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോട് ചേർന്ന് അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് അവിരാമം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകും. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ മരണങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് വിരുദ്ധങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമേ എന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ.
ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ പ്രാപ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊപ്പം നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. താമര സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യരല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവായ യേശുക്രിസ്തുവിൽ സത്യമായി ദിവ്യകുലാശയിൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അതേറ്റു പറയുകയും ചെയ്യുന്നു. അങ്ങേ ഭൗമികമായി സ്വീകരിക്കാനാവാതെ ഈ ദിവ്യാഗത്തിൽ പങ്കുകൊള്ളുന്ന എല്ലാ മക്കളിലേക്കും ആത്മീയമായി ഇപ്പോൾ തന്നെ അവിടുന്ന് എഴുന്നള്ളണമേ.
കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വിശുദ്ധ പിയൂസ് പാപ്പായുടെ സ്മരണ ആഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ഭോജനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിലനിൽക്കുകയും അങ്ങേ സ്നേഹത്തിൽ ഒരുമയുള്ളവരാകുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിനോടുകൂടെ സർവശക്തനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.